സുഗമദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ ഭാർഗവി ആണെങ്കിൽ ചന്ദ്രോത്ത് ഒന്ന് പ്രഭാവതിയോട് ഒരുപാട് പ്രാവശ്യം ചോദിക്കുന്നുണ്ട്, പ്രഭകുഞ്ഞിന് എന്താ സംഭവിച്ചത്, എന്തോ ഒരു വിഷമമുണ്ട്, അത് എന്നോട് പറയും പ്രഭകുഞ്ഞ് എന്ന് പറയുമ്പം ഒന്നുമില്ല ഭാർഗവി എന്ന് തന്നെയാണ് ഈ പ്രഭാവതി പറയുന്നത്. പിന്നീട് പ്രഭാവതി വന്ന് നോക്കുമ്പോൾ ഭാർഗവി പോവാണ്ട് അവിടെ തന്നെ നിൽക്കണ കാണുമ്പോൾ ഭാർഗവി പോയില്ലായിരുന്നു എന്ന് ചോദിക്കണം. അന്നേരം ഭാർഗവി പറയുന്നുണ്ട്, പ്രഭകുഞ്ഞിനെ ഈ അവസ്ഥയിലാക്കിയിട്ട് ഞാൻ എങ്ങനെയാണ് പോണേ, അതുകൊണ്ട് ഞാൻ പോയില്ല. പ്രഭകുഞ്ഞ് എന്തോ ഒരു കാര്യം എല്ലാവരിൽ നിന്നും മറച്ചു വെക്കുന്നുണ്ട്. ഇതിനു മുമ്പ് പ്രഭകുഞ്ഞ് എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നോടത് തുറന്നു പറയണമായിരുന്നു, ഇപ്പോൾ എന്നോടും പറയണില്ല. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അത്രയ്ക്കും രഹസ്യമായിട്ടുള്ള എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. അത് പ്രഭകുഞ്ഞിൻ്റെ ഉള്ളിൽ കിടന്ന് വിഷമിപ്പിക്കുന്നുമുണ്ട്. അത് മറ്റാരോടും പറയാൻ പറ്റാത്ത കാര്യമായതുകൊണ്ടാണ് പ്രഭകുഞ്ഞ് എന്നോട് പറയാത്തത്. അല്ലെങ്കിൽ ആ കാര്യം പ്രഭകുഞ്ഞ് ഉറപ്പായിട്ടും എന്നോട് പറഞ്ഞേനെ. എന്തായാലും എന്ത് പ്രശ്നമാണെങ്കിലും എന്നോട് പറയാൻ പറ്റതാണെങ്കിൽ പ്രഭകുഞ്ഞ് ഞാൻ പ്രഭകുഞ്ഞിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. ഇന്ന് വരെ അങ്ങനെയല്ലേ ഉണ്ടായിട്ടുള്ളൂ എന്ന് ചോദിക്കുമ്പം പ്രഭാവതി പറയുന്നുണ്ട്, അതുകൊണ്ടൊന്നും അല്ല ഭാർഗവി, അങ്ങനെ ഒരു പ്രശ്നവുമില്ല, അതെല്ലാം ഭാർഗവിക്ക് തോന്നണേ എന്ന് പറയുമ്പം വീണ്ടും ഭാർഗവി പറയുന്നുണ്ട്, വെറുതെ പ്രഭകുഞ്ഞിനെ മണ്ടിയാക്കല്ലേ, എനിക്ക് തോന്നണതൊന്നുമല്ല, ശരിക്കും പ്രഭകുഞ്ഞിന് എന്തോ ഒരു പ്രശ്നമുണ്ട്, അത് ആരോടും തുറന്നു പറയാൻ പറ്റാത്ത അത്ര വലിയ പ്രശ്നമായതുകൊണ്ട് പ്രഭകുഞ്ഞ് പറയാതിരിക്കണേ. എന്തായാലും ഞാൻ കുറച്ച് സമയം കഴിഞ്ഞ് പോകണോളൂ എന്നും പറഞ്ഞ് നമ്മളുടെ ഭാർഗവി പ്രഭാവതിയുടെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് പ്രഭാവതി ഇങ്ങനെ മനസ്സിൽ പല പ്രാവശ്യം ആലോചിക്കുന്നുണ്ട്, കാര്യങ്ങളെല്ലാം ഭാർഗവിയോട് പറഞ്ഞാലോ എന്ന്. ആ സമയത്ത് വീണ്ടും കെവിൻ പറഞ്ഞത് ഓർക്കുന്നുണ്ട്, പ്രഭ ആൻറ്റി അറിഞ്ഞു, ഇനിയും മറ്റൊരാളിത് അറിയാൻ ഇടവരരുത്, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കാര്യം ആകെ കഷ്ടത്തിലാവും, പിന്നെ അത് നമുക്ക് തിരുത്താൻ പറ്റില്ല കേട്ടോ എന്നൊക്കെ. അങ്ങനെ പ്രഭാവതിയാണെങ്കിൽ ഭാർഗവിയോട് ഒന്നും തന്നെ വിട്ടു പറയണില്ല. ഇതേ സമയം നമ്മളുടെ മുരളിയും നന്ദനും കൂടി ഭക്ഷണം കഴിക്കാനിരിക്കുമ്പം ഗൗരി ആണെങ്കിൽ നന്ദന് ഇഷ്ടപ്പെട്ട കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കഴിച്ചതും നന്ദൻ പറയുന്നുണ്ട്, എത്ര കാലമായി ഗൗരിയുടെ കൈകൊണ്ട് ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ട്, അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് മുരളിയുടെ കൂടെ ഭാർഗവി ആൻറ്റിയുടെ അടുത്തുനിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കണമായിരുന്നു. അന്നൊക്കെ ഭാർഗവി ആൻറ്റി തരുന്ന ഫുഡിന് ഭയങ്കര ഒരു ടേസ്റ്റ് ആയിരുന്നു, ഇപ്പോൾ എനിക്കതെല്ലാം മിസ് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പം മുരളി പറയുന്നുണ്ട്, അതിനിപ്പോൾ നിനക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ പാടില്ലേ, നീ വരാത്തത് കൊണ്ടല്ലേ എന്ന് ചോദിക്കുമ്പം അതല്ലട മുരളി, ഇപ്പോൾ ആകെക്കൂടി ഒരു വക മാനസികമായിട്ട് തകർന്ന നിലയിലല്ലായിരുന്നു ഞാൻ, എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഒരു സന്തോഷം ഉണ്ടായിരുന്നില്ല, ഇപ്പോഴും അതൊക്കെ ഒന്ന് ഓക്കെ ആയി വന്നേ, എന്തായാലും കെവിൻ കൂടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടതെന്ന് പറയുമ്പോൾ മുരളി പറയുന്നുണ്ട്, അതുപോലെയുള്ള ഒരു സുഹൃത്തിനെ കിട്ടാനും വേണോടാ ഭാഗ്യം, അവൻ എത്ര നല്ലവനാ, അവൻ്റെ ഓഫീസിൽ നീ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും അവൻ അതൊന്നും കാര്യമാക്കിയില്ല, അതെല്ലാം അവൻ പരിഹരിച്ചോളാന്നാണ് പറഞ്ഞത്. അത് കേട്ടതും ദേവികയ്ക്കും ഭയങ്കര സന്തോഷമായി. ഇനി നീ പഴയതുപോലെയൊന്നും ആവരുത്, അവൾക്ക് അന്നൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു. ആ സമയത്ത് ഗൗരിയും പറയുന്നുണ്ട്, ദേവിക ആയതുകൊണ്ട് ആ സമയത്തൊക്കെ സംയമനം പാലിച്ച് പിടിച്ചു നിന്നത് ഞാനെങ്ങാനും പറഞ്ഞെങ്കിൽ ആത്മഹത്യ ചെയ്തേനെന്ന്. അത് കേട്ടതും നന്ദനാണെങ്കിൽ പറയുന്നുണ്ട്, അതെനിക്കറിയാം ഗൗരി, ദേവി ഒരുപാട് സഹിക്കുന്നുണ്ട്, എൻ്റെ കൂടെ ജീവിതം തുടങ്ങി അന്ന് തൊട്ട് ഓരോരോ പ്രശ്നങ്ങളെ ഉണ്ടായിട്ടുള്ളൂ, ഒരിക്കലും സന്തോഷമായിട്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റിയിട്ടില്ല. ആ സമയം മുരളി പറയുന്നുണ്ട്, ഇനിയെങ്കിലും നീയും ദേവിയും സന്തോഷമായിട്ട് ജീവിക്കണോടാ, അതിന് നിങ്ങൾ രണ്ടുപേരും ചേർന്നൊരു യാത്രയൊക്കെ ദേവി എത്ര ദിവസമായി നിന്നോട് പറയണു എവിടെയെങ്കിലും യാത്ര പോകാമെന്ന്, നീ സമ്മതിക്കാത്തതുകൊണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ നന്ദൻ പറയുന്നുണ്ട്, എന്തായാലും ഇന്ന് ദേവി വരട്ടെ, ഞാൻ ദേവിയും കൂടി ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവിക സിദ്ധാർത്ഥനും ഇങ്ങനെ നിൽക്കുമ്പോൾ ദേവികയുടെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. ഫോൺ എടുത്തിട്ട് ദേവിക സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട്, ഇത് മന്ത്രി ബാലകൃഷ്ണനാണല്ലോ അച്ഛാ വിളിക്കണേന്ന് പറയുമ്പം മോള് കോൾ എടുക്കുമെന്ന് പറയണു. അങ്ങനെ ദേവിക ഫോൺ എടുത്തതും ദേവികയോട് അയാൾ പറയുന്നുണ്ട്, എനിക്ക് ദേവികയെ ഒന്ന് കാണണം, എപ്പോഴാണ് ഓഫീസിലേക്ക് വന്നേന്ന് ചോദിക്കുമ്പം ഞാൻ കുറച്ച് കഴിഞ്ഞാൽ വരും സാർ, അതിനിപ്പോൾ എന്താ, വരുമ്പോൾ കാണാമെന്ന് പറയണു. എന്നാൽ ഞങ്ങളിവിടെ ഉണ്ടാവും, എത്രയും പെട്ടെന്ന് ദേവിക ഒന്ന് എത്താൻ നോക്കുമെന്ന് പറയണു. അങ്ങനെ ദേവിക സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട്, മന്ത്രിക്ക് എന്നെ ഒന്ന് അത്യാവശ്യമായിട്ട് കാണണം എന്നാണ് പറഞ്ഞ അച്ഛ, എന്താന്ന് പറഞ്ഞാൽ മോളേന്ന് ചോദിക്കുമ്പോൾ കാര്യമൊന്നും പറഞ്ഞില്ല, അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു. അവർ കാണണമെന്ന് പറയുമ്പോൾ നമുക്ക് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ, എന്തായാലും മോളിപ്പോൾ പോയിക്കോ, ഞാൻ പുറകെ വന്നോളാം എന്ന് പറയണു. അങ്ങനെ ദേവിക റെഡിയായി മുരളീനെയും വിളിച്ചു വരുത്തിയിട്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മന്ത്രി ബാലകൃഷ്ണനെയും ത്യാഗരാജനെയാണ്. ത്യാഗരാജൻ മന്ത്രിയോട് പറയുന്നുണ്ട്, മന്ത്രി നമ്മൾ പറയണത് ദേവിക അനുസരിക്കുമെന്ന് ചോദിക്കുമ്പം പിന്നെ അനുസരിക്കാണ്ട് നമ്മുടെ പാർട്ടിയുടെ MLA ആയിട്ട് ദേവിക ഇരിക്കുന്നത് ദേവികയുടെ കഴിവുകൊണ്ടൊന്നുമല്ലല്ലോ, നമ്മളുടെ പാർട്ടിയുടെ സ്വാധീനം കൊണ്ടല്ലേ, അതുകൊണ്ട് പാർട്ടിയുടെ തീരുമാനം എന്താണോ അത് ദേവിക അംഗീകരിക്കണം. ആ സമയത്ത് ത്യാഗരാജൻ ചോദിക്കുന്നുണ്ട്, അതിന് സിദ്ധാർത്ഥൻ സാറ് സമ്മതിക്കുമെന്ന് ചോദിക്കുമ്പോൾ അതിന് സിദ്ധാർത്ഥൻ്റെ അനുവാദമൊന്നും ഇവിടെ ആർക്കും വേണ്ട, സിദ്ധാർത്ഥൻ പാർട്ടിയിലെ വെറും ഒരു മെമ്പർ മാത്രമേ ഇപ്പോൾ, അല്ലാതെ സിദ്ധാർത്ഥ
സിദ്ധാർത്ഥന് ഉന്നത പദവിയൊന്നുമില്ല, അതുകൊണ്ട് മന്ത്രിയായ ഞാൻ എന്ത് പറയണോ അത് ദേവിക അനുസരിക്കണം, ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറുന്നു. അത് കേട്ടതും ത്യാഗരാജനാണെങ്കിൽ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. കാരണം കെ നായരുടെ ആ ഫയല് ദേവിക ഒപ്പിട്ട് കൊടുക്കാത്തത് മന്ത്രിയെ കൊണ്ട് ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ത്യാഗരാജന് നല്ലൊരു എമൗണ്ട് കൊടുക്കാമെന്ന് അയാൾ ത്യാഗരാജനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതോർത്ത് ത്യാഗരാജനാണെങ്കിൽ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധതിനെയാണ്. അരുന്ധതിയാണെങ്കിൽ ആർക്കും അങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പം CP ചോദിക്കുന്നുണ്ട്, മേഡം ആരെ വിളിക്കണേന്ന് ചോദിക്കുമ്പോൾ ഞാൻ ദേവികയെ വിളിക്കണം, എനിക്ക് ദേവികയെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. ആ സമയത്ത് CP ചോദിക്കുന്നുണ്ട്, മേഡം എന്തിനാ ദേവികയെ കാണണേന്ന് ചോദിക്കുമ്പോൾ ഞാൻ ദേവികയെ അല്ല കാണുന്നത്, സ്ഥലം MLA ഋഷിയുടെ കേസിൻ്റെ കാര്യം എനിക്ക് MLAയുമായിട്ടൊന്ന് സംസാരിക്കണം, MLA കൊണ്ട് റെക്കമെൻഡ് ചെയ്ത് അന്വേഷണം ഒന്നും കൂടി വിപുലമാക്കണം എന്ന് പറയുമ്പം CP പറയുന്നുണ്ട്, അത് വേണോ മേഡം, മേഡത്തിന് മന്ത്രിനെ പോയി കണ്ടാൽ പോരെ, എന്തിനാ ദേവിക MLA കാണാൻ പോണേന്ന് ചോദിക്കുമ്പം ഇനിയിപ്പോൾ നമ്മൾ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല, എന്തായാലും എത്രയും പെട്ടെന്ന് എനിക്ക് എൻ്റെ മോനെ കണ്ടുപിടിച്ചേ പറ്റൂ, എൻ്റെ ഋഷി ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല CP, ഞാൻ ജീവിക്കുന്നത് തന്നെ ഋഷിക്ക് വേണ്ടിയല്ലേ, അവന് വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്, ഇപ്പോൾ തന്നെ പ്രഭാവതിയോട് നേരിട്ട് യുദ്ധത്തിന് ഇറങ്ങിയതും എൻ്റെ മോന് വേണ്ടി തന്നെയാണ്, അതിപ്പോൾ ഇങ്ങനെയുമായി, എന്തായാലും ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് അന്നതൊന്നും വേണ്ടായിരുന്നു എന്ന്. ആ സമയത്ത് ദേവിക കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. കോൾ എടുത്തതും അരുന്ധതിയാന്ന് മനസ്സിലായിട്ട് ദേവിക എന്താ മേഡം എന്ന് ചോദിക്കുമ്പം എനിക്ക് ദേവികയെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം, ദേവിക ഇപ്പോൾ എവിടെയുള്ളതെന്ന് ചോദിക്കുമ്പം ഞാനിപ്പോൾ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുക മേഡം, കുറച്ച് സമയം കഴിഞ്ഞാൽ ഞാൻ ഓഫീസിലെത്തും, മേഡം അങ്ങോട്ട് വരുവാണെങ്കിൽ നമുക്ക് കാണാം, ഇല്ലെങ്കിൽ ഞാൻ വൈകിട്ട് വരുമ്പോൾ മേഡത്തിൻ്റെ വീട്ടിലോട്ട് വരാം. ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട്, അതൊന്നും വേണ്ട ദേവിക, ഞാൻ ഓഫീസിലോട്ട് തന്നെ വന്നോളാന്ന്. പിന്നീട് ഫോൺ കട്ട് ചെയ്തിട്ട് മുരളിയോട് പറയുന്നുണ്ട് അരുന്ധതി മേഡം വിളിച്ചതെന്ന്. ആ സമയം മുരളി ചോദിക്കുന്നുണ്ട്, അവരെന്തിനാണ് ഇപ്പോൾ ദേവികയെ വിളിച്ചതെന്ന് ചോദിക്കുമ്പം അറിയില്ല, എന്നെ ഒന്ന് അത്യാവശ്യമായിട്ട് കാണണം എന്നാണ് പറഞ്ഞത്, ഞാൻ ഓഫീസിലുണ്ടെങ്കിൽ അങ്ങോട്ട് വരാമെന്നാണ് മേഡം പറഞ്ഞതെന്ന്. ആ സമയത്ത് മുരളി ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ ഋഷിയെ കാണാനില്ലാത്തതിൻ്റെ എന്തെങ്കിലും കാര്യം പറയാനായിരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ മേഡത്തിൻ്റെ ഒരേ ഒരു മകനല്ലേ, അതിൻ്റെ വിഷമം മേഡത്തിന് ഉണ്ടാവില്ലേ, എന്തായാലും അന്വേഷണത്തിൻ്റെ പുരോഗതി അറിയാൻ വേണ്ടിയിട്ട് എന്നെ കാണാൻ മഞ്ഞായിരിക്കും, എത്രയും പെട്ടെന്ന് ഋഷിയെ ഒന്ന് കണ്ടു കിട്ടിയാൽ മതിയായിരുന്നു എന്ന്. ആ സമയത്ത് നമ്മുടെ മുരളിക്ക് നന്ദൻ പെരുമാറിയ ആ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട്. ഗൗരി ഋഷിയുടെ കാര്യം ചോദിച്ചതും നന്ദൻ ദേഷ്യപ്പെട്ടതൊക്കെ, അങ്ങനെ അത് മനസ്സിൽ വെച്ചുകൊണ്ട് മുരളി ചോദിക്കുന്നുണ്ട്, നന്ദന് സുഖമില്ലാതായത് ഈ ഋഷിയെ കാണാണ്ടായതിന് ശേഷമല്ലേ ദേവികയെന്ന് ചോദിക്കുമ്പോൾ ദേവിക ഇങ്ങനെ ആലോചിച്ചിട്ട് പറയുന്നുണ്ട്, അതേ മുരളിയേട്ട, ഋഷിയെ കാണാണ്ടായി എന്ന് അറിഞ്ഞതിന് ശേഷം നന്ദന് അങ്ങനെയൊക്കെ സംഭവിച്ചത്, എന്തായാലും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പോൾ മുരളി ഇങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. അന്നേരം ദേവിക ചോദിക്കുന്നുണ്ട്, മുരളിയേട്ടൻ എന്താ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിക്കുമ്പം അല്ല, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ, ഇനിയിപ്പോൾ ഋഷിയെ കാണാണ്ടായതിൻ്റെ ടെൻഷൻ കൊണ്ട് എങ്ങാനും ആണോ നന്ദൻ അങ്ങനെ വന്നതെന്ന് അറിയാനാന്ന് പറയുമ്പം ഇല്ല മുരളിയേട്ട, അത് കെവിൻ പറഞ്ഞല്ലോ ഓഫീസിലെ പ്രശ്നമാണ്. അങ്ങനെ അവർ സംസാരിച്ച് ഓഫീസിലെത്തുന്നുണ്ട്. ദേവിക ഓഫീസിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ ബാലകൃഷ്ണനും ത്യാഗരാജനും ദേവികയെ കാത്തു നിൽക്കുന്നുണ്ട്. എന്നിട്ട് ദേവികയെ കണ്ടതും അവർ വരുമ്പം ദേവിക ചോദിക്കുന്നുണ്ട്, സാർ വന്നിട്ട് ഒരുപാട് നേരമായോ എന്ന് ചോദിക്കുമ്പം ഇല്ല ദേവിക, ഞാനിപ്പോൾ വന്നേ ഉള്ളൂ, എന്താ സാർ എന്നെ അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞതെന്ന് ചോദിക്കുമ്പം നമുക്ക് ആദ്യം തന്നെ ഓഫീസിലേക്ക് ഇരിക്കാം എന്നിട്ട് സംസാരിക്കാമെന്നും പറഞ്ഞ് അവർ 3 പേരും ഓഫീസിൽ കയറിയിരിക്കുന്നുണ്ട്. ആ സമയത്ത് ബാലകൃഷ്ണൻ പറയുന്നുണ്ട്, ഞാൻ മുഖവരമൊന്നുമില്ലാതെ കാര്യങ്ങൾ പറയാം, ആ കെ നായർ ഒരു ഫയല് ദേവികയെ കൊണ്ട് ഒപ്പിടിക്കാൻ വേണ്ടി ഇവിടെ വന്നിരുന്നു, ദേവിക അത് ഒപ്പിട്ട് കൊടുത്തില്ല, അതെന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പം ദേവിക പറയുന്നുണ്ട്, അത് ഒപ്പിട്ട് കൊടുത്താൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും സാർ, അത് ആ പരിസരത്തുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും, അതുകൊണ്ടാണ് ഞാനത് ചെയ്യാണ്ടിരുന്നതെന്ന് പറയുമ്പോൾ ഈ ബാലകൃഷ്ണൻ പറയുന്നുണ്ട്, കെ നായർ ഞങ്ങൾക്കൊക്കെ ഒരുപാട് വേണ്ടപ്പെട്ട ആളാണ്, അതുകൊണ്ട് അയാളുടെ ഫയൽ റിജക്റ്റ് ചെയ്യാതെ ദേവിക ഒപ്പിട്ട് കൊടുക്കണം. അത് കേട്ടതും ദേവികയാണെങ്കിൽ ഇങ്ങനെ എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് ത്യാഗരാജനും പറയുന്നുണ്ട്, അയാൾ ആരാന്നാ ദേവിക വിചാരിച്ചേക്കണേ, വലിയ പുള്ളിയാണ്, അയാൾക്ക് നമ്മളൊരു സഹായം ചെയ്തു കൊടുത്താൽ അയാൾ തിരിച്ചും നമുക്ക് നല്ല സഹായം ചെയ്തു തരുമെന്ന്. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട്, നമ്മളെ ജനങ്ങളല്ലേ തിരഞ്ഞെടുത്ത് ഇങ്ങോട്ട് അയച്ചിരിക്കണേ, അല്ലാതെ അയാളല്ലല്ലോ, അപ്പോൾ പിന്നെ ജനങ്ങൾക്ക് നന്മ വരുന്ന കാര്യമല്ലേ നമ്മൾ ചെയ്യേണ്ടത് സാർ, അല്ലാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ സപ്പോർട്ട് നിൽക്കണ ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ ബാലകൃഷ്ണൻ പറയുന്നുണ്ട്, ദേവിക ഇപ്പോൾ അതൊന്നും ഓർത്ത് തല പുണ്ണാക്കണ്ട, എന്തായാലും ഞാൻ പറയും പോലെ അങ്ങോട്ട് ചെയ്താൽ മതിയെന്ന്. അത് കേട്ടതും ദേവിക അവരോട് പറയുന്നുണ്ട്, എന്തായാലും ഞാൻ അച്ഛനുമായിട്ടൊന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് വേണ്ടതുപോലെ ചെയ്യാമെന്ന്. ആ സമയത്ത് ബാലകൃഷ്ണൻ പറയുന്നുണ്ട്, അതിന് സിദ്ധാർത്ഥന് ഇവിടെ റോളൊന്നുമില്ല, സിദ്ധാർത്ഥൻ പാർട്ടിയുടെ വെറും ഒരു മെമ്പർ മാത്രം, അല്ലാതെ ഔദ്യോഗിക പദവിയൊന്നും സിദ്ധാർത്ഥനില്ല, അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിൽ തീരുമാനം എടുക്കേണ്ടത് ദേവികയും ഞങ്ങളൊക്കെ, അല്ലാതെ സിദ്ധാർത്ഥനല്ല, അതുകൊണ്ട് ഈ കാര്യത്തിൽ സിദ്ധാർത്ഥനോട് അഭിപ്രായം ചോദിക്കാനൊന്നും നിൽക്കണ്ടെന്ന്. അത് കേട്ടൊന്നും ദേവികയ്ക്കാണെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് ദേവിക പറയുന്നുണ്ട്, എന്ത് കാര്യമാണെങ്കിലും എൻ്റെ പേഴ്സണൽ കാര്യമാണെങ്കിലും അച്ഛനോട് ചോദിക്കാതെ
ഞാൻ ഒരു കാര്യത്തിലും ഒരു തീരുമാനം എടുക്കാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അച്ഛനോട് ചോദിച്ചിട്ടേ ഇത് ചെയ്യുള്ളൂ. അച്ഛൻ വേണമെന്ന് പറഞ്ഞാലും വേണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് അച്ഛൻ്റെ അഭിപ്രായം ചോദിച്ചേ പറ്റുള്ളൂ. അത് കേട്ടതും ഇവർ പരസ്പരം ഇങ്ങനെ നോക്കുന്നുണ്ടെങ്കിലും പിന്നീട് ത്യാഗരാജൻ പറയുന്നുണ്ട്, എന്തായാലും ദേവിക സിദ്ധാർത്ഥ സാറിനെ വിളിച്ച് കാര്യം ചോദിക്കാൻ. അങ്ങനെ ദേവികയാണെങ്കിൽ ഫോൺ എടുത്ത് സിദ്ധാർത്ഥനെ വിളിച്ചതും സിദ്ധാർത്ഥൻ ഫോൺ എടുത്തിട്ട് എന്താ മോളേന്ന് ചോദിക്കുമ്പം ഈ ദേവിക പറയുന്നുണ്ട് ഈ ഒരു കാര്യം. ആ സമയത്ത് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് മോള് ഫോൺ ബാലകൃഷ്ണന് കൊടുത്തേന്ന്. അങ്ങനെ ദേവിക ബാലകൃഷ്ണൻ്റെ കയ്യിലേക്ക് ഫോൺ കൊടുത്തതും സിദ്ധാർത്ഥൻ ബാലകൃഷ്ണനോട് ചോദിക്കുന്നുണ്ട്, ആ പ്രോജക്റ്റിന് അനുമതി കൊടുക്കണമെന്ന് നിങ്ങൾക്ക് എന്താ ഇത്ര നിർബന്ധം എന്ന് ചോദിക്കുമ്പോൾ ബാലകൃഷ്ണൻ ചോദിക്കുന്നുണ്ട്, അതിന് കൊടുക്കരുതെന്ന് സിദ്ധാർത്ഥൻ എന്താ ഇത്ര നിർബന്ധം എന്ന്. അത് കേട്ടതും സിദ്ധാർത്ഥനാണെങ്കിൽ ആകെ ഇങ്ങനെ ദേഷ്യം കയറി നിൽക്കണ ആ ഒരു സീനിലാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.